പിന്നൊന്നുണ്ട് ഐസൊലേഷൻ. ഒരു സ്ത്രീയിലേക്കുള്ള എല്ലാ ചാനലും കട്ട് ചെയ്യും, എല്ലാ ചാനലും കട്ട് ചെയ്യും. ഇവർക്ക് മാതാപിതാക്കളുമായി ബന്ധമില്ല, സഹോദരങ്ങളുമായി ബന്ധമില്ല, സഹോദരിയുമായിട്ട് ബന്ധമില്ല. എല്ലാവരുടെ ഉള്ളിലും ഇവരെ പറ്റി അനാവശ്യങ്ങൾ പറഞ്ഞ് 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 എല്ലാവരുടെ ഉള്ളിലും ഈ സ്ത്രീക്കെതിരെ ഒരു വിരോധം സൃഷ്ടിച്ചു വെക്കും. വളരെ മാരകമായ ഒരു അവസ്ഥയാണ്. ആ സ്ത്രീ ഒരു റൂമിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിപ്പെടും. നിങ്ങളെ ആരെ വിളിച്ചു പറയും? പിതാവിനെ വിളിച്ചു പറയാൻ പറ്റത്തില്ല. പിതാവിനെ വിളിച്ചു പറഞ്ഞാൽ ഇയാളെ പറ്റി മോശം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിതാവിനെ. എത്ര പിതാക്കൾ എന്നറിയോ, എത്ര രക്ഷിതാക്കൾ എന്നറിയോ? പെൺകുട്ടികൾ വിളിച്ച് പരിഭവം പറഞ്ഞിട്ട് മോളെ നീ ക്ഷമിക്ക് എന്ന് മാത്രം പറഞ്ഞു വെക്കുന്ന പിതാക്കൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ കണക്ക് കൊടുക്കേണ്ടി വരും. അള്ളാഹിന്റെ മുമ്പിൽ നാളെ അള്ളാഹ് വെറുതെ വിടൂല. കെട്ടിച്ചു വിട്ട ഒരു മകൾ, ഒരു സഹോദരി, ഒരു മരുമകൾ ഞാൻ അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോ നീ ക്ഷമിക്കൂ എന്ന് പറയുന്നത് പ്രവാചകന്റെ സുന്നത്തല്ല. ക്ഷമിക്കാൻ പറഞ്ഞിട്ടില്ല, സഹിച്ച് ജീവിക്കാൻ അള്ളാഹുവിന്റെ ദീൻ പറയുന്നില്ല. കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീകൾ നാളെ വന്ന് പിതാവിനോട് ചോദിക്കും, എന്ത് തെറ്റിനാണ് ഉപ്പ നിങ്ങൾ എന്നെ കുഴിച്ചു മൂടിയത് എന്ന്. കുഴിച്ചുമൂടൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പെൺകുട്ടി ജനിച്ചാൽ ഉടനെ കൊണ്ട് കുഴിച്ചു മൂടുന്ന പരിപാടിയാണെന്ന്. അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലേക്ക് വന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ആത്മാഭിമാനത്തിനും അവരുടെ സമാധാനത്തിനും മൂല്യം കൊടുക്കാത്ത രക്ഷിതാക്കൾ അവരുടെ അവകാശങ്ങളെ കുഴിച്ചു മൂടുകയാണ്. അവർ പ്രശ്നം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് മൗനം പാലിക്കാനും സഹിക്കാനും പറയുന്നത് ഇസ്ലാമിന്റെ മാർഗമല്ല, ദീനിന്റെ മാർഗമല്ല. ഇടപെടണം, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ സമൂഹത്തിൽ പെരുകും. എന്താണ് പ്രശ്നം? ഇടപെടണം. നമുക്ക് എളുപ്പമാണ്, നീ ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ മതി, എളുപ്പമാണ്. ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ, അവൾ അനുഭവിച്ചോളും, നമുക്ക് പണിയില്ല. എന്ത് വിരോധാഭാസമാണിത്, എന്ത് വിരോധാഭാസമാണ്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. പുരുഷന്മാരോട് അള്ളാഹുവിന്റെ ഖുർആൻ നിഷ്കർഷിച്ചതാണ് കുടുംബത്തോട് മാന്യമായി പെരുമാറണം. അത് അവരുടെ ഔദാര്യമല്ല, അവകാശമാണ്. കേൾക്കാനെങ്കിലുമുള്ള മനസ്സ് കാണിക്കണം. ഇന്നലെ ഞാൻ കണ്ടതാണ് ഒരു ഡോക്ടറാണ്, ഒരു ഡോക്ടർ സമരം ചെയ്യുന്നു ഹസ്ബൻഡിന്റെ വീട്ടിന്റെ മുമ്പിൽ. ഒരു ബാനറൊക്കെ അടിച്ചു വെച്ചിട്ട്, എന്തിനാണ്? 100 പവൻ സ്വർണമാണ് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് എന്ന സത്യാവസ്ഥ അറിയില്ല, അത് പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വനിത അവർ പറഞ്ഞൊരു കാര്യം, 2 മഹല്ലുകളെയാണ് എന്റെ പ്രശ്നവുമായിട്ട് ഞാൻ സമീപിച്ചത്, ഒരാൾ പോലും കേൾക്കുന്നില്ല, ഒരാൾ പോലും പ്രശ്നം കേൾക്കുന്നില്ല. മഹല്ലുകൾക്ക് എന്ത് ഉത്തരവാദിത്വം? കുടുംബങ്ങൾ കേൾക്കുന്നില്ല, ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ സഹോദരി പറഞ്ഞത് ശരിയാണെങ്കിൽ ഭീകരമാണ് അവസ്ഥ. ഈ ഉമ്മത്തിലെ സ്ത്രീകളുടെ അവസ്ഥ പലപ്പോഴും ഭീകരമാണ്. ഒരു സുപ്രഭാതത്തിൽ കയറെടുത്ത് തൂങ്ങുന്നതല്ല, ഒരു ജീവിതത്തോടുള്ള പ്രതികാരമാണ്. വർഷങ്ങളായി അനുഭവിക്കുന്ന നാർസിസിസ്റ്റിക് അബ്യൂസിന്റെ, അല്ലെങ്കിൽ നിരന്തരമായി വേട്ടയാടപ്പെടുന്ന വിഷലിപ്തമായ ബന്ധങ്ങളിൽ മനം മടുത്തിട്ട് ആരുടെ മുന്നിലും വാതിൽ മുട്ടിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം അവസാനം ഒരു ചാൺ കയറിന്റെ മുന്നിൽ ജീവൻ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേറെ പല വലിയ കാരണങ്ങൾ പറയും. ഇന്നലെ വരെ ഈ പെൺകുട്ടി പല മഹല്ലുകളുടെ അടുത്തേക്ക് വന്ന് മുട്ടിയിരുന്നു, പല പിതാക്കന്മാരുടെ വീടുകളിൽ വന്ന് മുട്ടിയിരുന്നു, സഹോദരനോട് വിളിച്ചു പറഞ്ഞിരുന്നു. എല്ലാവരും ഒരൊറ്റ ഉപദേശം, നീ ക്ഷമിക്ക്. പാടില്ല. അത് ആ സ്ത്രീയോട് കാണിക്കുന്ന അക്രമവും അനീതിയുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള നല്ല ബോധവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മള് ഈ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മാതാപിതാക്കളോട് ഒരൊറ്റ കാര്യം പറയാം. നമ്മളുടെ മകളോ നമ്മുടെ ഉമ്മയോ നമ്മുടെ സഹോദരിയോ മരുമകളോ വിളിച്ചൊരു പ്രശ്നം പറയുമ്പോൾ എന്താണോ നിയമപരമായി ഏതെല്ലാം രൂപത്തിൽ ആ സ്ത്രീക്ക് സംരക്ഷണം നൽകാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം സംരക്ഷണം കൊടുക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്, സഹോദരങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കണം. മഹല്ല് സംവിധാനങ്ങൾ ബാധ്യസ്ഥരുമാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.